ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും എല്ലാവരുടെ ഒരു കംപ്ലയിൻ്റ് ആണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് സൗണ്ട് ഇല്ല എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് സൗണ്ട് കൂട്ടി വെക്കും. ഞാൻ കേൾക്കുമ്പോൾ നല്ല സൗണ്ട് കേൾക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്കൊന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു. ഇനി ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് വ്ളോഗിലേക്ക് കടക്കാം. ഇതിപ്പം ക്ലീൻ ആക്കുന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നത് ഇതിപ്പോൾ ഞാൻ കുറേ ദിവസം മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എല്ലാ ദിവസവും ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് ഇക്കാൻ്റെ ഫേസ് ഒന്ന് കണ്ടോളൂ. ഇക്കാൻ്റെ മുടിയൊക്കെ കണ്ടില്ലേ? ഇനി മുടി ഇല്ലാത്ത കോലം കൂടി കാണിച്ചിട്ടുണ്ട് ഇതിന് ലാസ്റ്റ് കേട്ടോ. കുറേ വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്യാനുള്ള സമയമോ അല്ലെങ്കിൽ ഒരു തോന്നുന്നില്ല. ഇപ്പം എന്തോ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാനൊന്നും എല്ലാം മതിയെന്ന് അങ്ങനത്തെ ഉള്ളൊരു തോന്നലായിപ്പോയി. പിന്നെ ഒരുപാട് തിരക്കുകളാവുമ്പോൾ നമുക്ക് തന്നെ എല്ലാം ഒരു മടുപ്പായിരിക്കും. ഇന്നിപ്പോൾ ഞാനൊരു ക്ലീനിങ് ഡേ ആണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതായത് നമ്മൾ നോർമലായിട്ട് അടിച്ച് വാരലും തുടക്കലും അങ്ങനെയല്ലേ. പിന്നെ ഡീപ്പായിട്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഡീപ്പായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. മാറാല കെട്ടൽ, പിന്നെ അതുപോലെ ഗ്ലാസ്സൊക്കെ ഉള്ള വീടാണെങ്കിൽ പറയണ്ട. ഇവിടെ നമുക്ക് കുറച്ച് ഗ്ലാസ് ഉള്ളൂ. ആ ഉള്ള ഗ്ലാസ് തന്നെ എനിക്ക് ചിലപ്പോൾ എടുത്തിട്ട് എന്തൊക്കെയോ ആക്കാൻ തോന്നും. കാരണം വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നും ആ ഗ്ലാസ്. കാണാനൊക്കെ ഭംഗിയാണ് ഗ്ലാസ്. പക്ഷേ അത് ക്ലീനിങ് മീൻസ് അതിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പുകമറ പോലെ നിൽക്കും. നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും ആ ക്ലീൻ ആക്കുന്ന സമയത്ത് ഓക്കെ. പിന്നെ റൂഹിയാണെങ്കിൽ റൂഹിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്ലാസ്സും ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പതിപ്പിക്കുക. അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കൈൻ്റെ അടയാളം അവിടെ വരുന്നത്. അങ്ങനെ റൂഹിൻ്റെ കുഞ്ഞ് കൈകളാണ് എല്ലായിടത്തും എല്ലാ ഗ്ലാസ്സും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഐഷാസ് കാർട്ടിലെ പ്രൊഡക്റ്റാണ്. ഇതിങ്ങനെ ഈ ഗ്ലാസ് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇങ്ങനെ തോന്നുമെങ്കിലും നമുക്ക് കൂളായിട്ട് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നല്ല ഹൈറ്റും ഉണ്ട്, ഹൈറ്റ് കൂട്ടാനും പറ്റും കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലോട്ട് കയറി വരുമ്പോൾ തന്നെ അവിടെയുള്ള ഗ്ലാസ്സും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ കാണൂല, പക്ഷേ നമുക്ക് നേരിട്ട് കാണുമ്പോൾ എനിക്കിങ്ങനെ ഇപ്പം എന്തോ എനിക്ക് വൃത്തിയാക്കലൊരു ഇഷ്ടം കൂടുകയും ചെയ്തിട്ടുണ്ട്. എനിക്കിങ്ങനെ വൃത്തികേടായി കാണുന്നത് തന്നെ ഭയങ്കര ഇറിറ്റേഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ കൊലായി അടിച്ച് വാരിയാലും വീണ്ടും ഞാൻ അടിച്ച് വാരും, വീണ്ടും ഒന്ന് തുടക്കും. പിന്നെ എന്താ പറയുക, എനിക്കതിങ്ങനെ എപ്പോഴും ഇങ്ങനെ പ്രാണികളൊന്നും ഇല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ ക്ലീനായി കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ. മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. ഇപ്പം എന്തോ അങ്ങനെ തോന്നുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ വീട് വൃത്തിയാക്കലൊരിതാണ്. വേറെ പണിയില്ലെങ്കിൽ അത് ഭയങ്കര രസമായിരിക്കും. പക്ഷേ നമ്മൾ ഒരു ഓൺട്രപ്രണറൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്നല്ല, കുറേ ഷോപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ, ഓൺലൈൻ ഷോപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം മാനേജ് ചെയ്യുന്നതും ഒക്കെ ഒരു എന്താ പറയുക, അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടി ഞാൻ ചെയ്യാമെന്ന് പറയണമെങ്കിൽ പിന്നെ അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൽ അപ്പുറമാവും. അപ്പോൾ നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ വേറെ സ്റ്റാഫുകളെ ഏൽപ്പിച്ചിട്ട് വീട് വൃത്തിയാക്കൽ ഞാൻ ഏറ്റെടുത്താലോ എന്ന് വിചാരിക്കുകയായിരുന്നു. കാരണം അത് എനിക്ക് ചെയ്താലേ ഒരു സംതൃപ്തി വരുന്നുള്ളൂ. ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഇവരൊക്കെ കളിയാക്കും. അതിനിപ്പോൾ ആര് ചെയ്താലും നീ വീണ്ടും ചെയ്യും, പിന്നെ എന്തിനാണ്. ഞാൻ ഇവിടെ റുക്കിയാമ്മനെ കൊണ്ട് അടിച്ച് വരിപ്പിക്കും കേട്ടോ. എന്നിട്ട് പിന്നെ വീണ്ടും ഞാൻ ഒന്നുകൂടെ അടിച്ച് വരും. അത് എനിക്കൊരു അങ്ങനെ ആയിപ്പോയി. ഞാൻ ചെയ്താലേ ഒരു സമാധാനമുള്ള പോലെയായി. ശരിക്കും നമുക്ക് ഇങ്ങനത്തെ ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മൾ ഭംഗി കൂടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളില്ലേ, അതൊക്കെ നമുക്ക് പിന്നീട് ബുദ്ധിമുട്ടാവുന്ന ഇതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ. രാത്രിയിലൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ കുറേ ദൂരെയുള്ള സ്ഥലം വരെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഇരിക്കുമ്പോൾ. അതുപോലെ തന്നെ പുറത്തുള്ളവർക്കും കാണാൻ പറ്റും കേട്ടൺ ഇട്ടില്ലെങ്കിൽ കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയുമ്പം ഇതൊക്കെ വൃത്തിയാക്കാൻ ആൾ വേണം വീട്ടിൽ, അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. പിന്നെ നല്ല ഹൈറ്റിൽ ഡബിൾ ഹൈറ്റിലൊക്കെ ഗ്ലാസ് ഉള്ളവരൊക്കെ ഇല്ലേ, അതൊക്കെ എന്താ ചെയ്യുന്നതെന്നാവും. മീൻസ് വീഡിയോയിൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും, പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ആ ഗ്ലാസ്സൊക്കെ അങ്ങനെ ബ്ലറായി മാറി ഉണ്ടാവും. എനിക്കങ്ങനെ കാണാൻ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതായത് കണ്ടോ, ഈ ഒരു ഏരിയ ഞങ്ങളെ വീട്ടിലെ നല്ല മൊഞ്ചുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നല്ല രസമാണ്. അത് വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ആ ഭംഗി മനസ്സിലാവുക. ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴും നമുക്കാണെങ്കിലും ആ സോഫയിലൊക്കെ ഇരിക്കുമ്പോഴും ഇങ്ങനെ പുറത്തേക്ക് കാണുമ്പോൾ നമ്മൾ പുറത്തിറങ്ങിയ പോലെ തോന്നും. വീടിനകത്താന്ന് തോന്നില്ല രാത്രിയിലാണെങ്കിൽ പോലും കേട്ടോ. പിന്നെന്താ, അപ്പോൾ ക്ലീനിങ് തന്നെ ഒരു വലിയൊരു പണിയാണ്. ചിലർക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ടാവും. എനിക്ക് മുമ്പ് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പം എന്തോ ക്ലീനിങ് ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം ഇഷ്ടമാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. നമ്മൾ കുറച്ചൊരു പ്രായം കഴിഞ്ഞാലേ നമ്മളെ നമ്മളെ കാര്യങ്ങളൊക്കെ മാറി എത്ര പെട്ടെന്നാണ് മാറുന്നത്. പ്രത്യേകിച്ച് ലേഡീസിൻ്റെ കേട്ടോ. നമുക്ക് ഓരോ സമയത്തും ഓരോ ഇഷ്ടങ്ങളായിരിക്കും അല്ലേ. എനിക്ക് പണ്ടൊക്കെ ഡ്രസ്സിനോടായിരുന്നു താല്പര്യം. ഇപ്പോൾ ഡ്രസ്സൊന്നും ഒട്ടും താല്പര്യമില്ലാത്ത പോലെ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടാൽ പോരെ എന്നുള്ള രീതിയിലാണ്.
പിന്നെ എനിക്ക് പാത്രങ്ങൾ വാങ്ങിക്കാനായിരുന്നു താല്പര്യം. ഇപ്പോഴും അതെ, പാത്രങ്ങൾ കാണുമ്പോൾ ഇഷ്ടമാണ്, പക്ഷെ വാങ്ങിക്കണമെന്നൊന്നുമില്ല. ആ താല്പര്യവും പോയി. അതിങ്ങനെ ആ ഒരു നമുക്ക് ഓരോ ഇഷ്ടങ്ങളിങ്ങനെ മാറിപ്പോവാണ്. ഇപ്പം എന്താ ഇഷ്ടം എന്നറിയോ? ഇപ്പം വെറുതെ ഇങ്ങനെ കിടന്നിട്ട് എന്തെങ്കിലും റീൽസോ കണ്ട് ഇങ്ങനെ വെറുതെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുക. അതാണ് ഇപ്പോഴത്തെ ഇഷ്ടം. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിഷ്ടമാണ് റീൽസൊക്കെ ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കണ്ട് ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ. അതിന് എനിക്കിപ്പോൾ അടുത്തൊന്നും സമയം കിട്ടിയിട്ടില്ല. ഇനി കുറച്ച് അടുത്തൊന്നും സമയം കിട്ടുമെന്നും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ വെക്കാമല്ലോ. പലരും ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളൊക്കെ എപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണല്ലോ എന്ന്. ഒരുപാട് ആൾക്കാരങ്ങനെ വെറുതെ റീൽസ് കണ്ടിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വിചാരിക്കുന്നത് പുറത്ത് പോയി ജോലി അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏർണിങ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. ഓരോരുത്തരുടെ ഇഷ്ടം ഡിഫറെൻ്റ് ആണ്. പക്ഷേ അതങ്ങനെ ചെയ്യുമ്പോഴേ നമുക്ക് ആ മുമ്പ് ചെയ്തത് ഞാൻ പണ്ടൊക്കെ എനിക്ക് യൂട്യൂബൊക്കെ ആവുന്നതിന് മുമ്പൊക്കെ ഞാൻ ഒരു ദിവസം എന്താ പറയുക, പണികൾ എന്നല്ല, എന്തൊക്കെ മൂവീസായിരുന്നു കണ്ടിരുന്നു അറിയോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫീസിൽ പോയി ഓഫീസിൽ നിന്ന് തിരിച്ച് വരുന്നവരെ മൂവീസ് കാണലുണ്ടായിരുന്നു. ഒരു ദിവസം ഒരു 5-6 മൂവീസെങ്കിലും ഞാൻ ഇരുന്ന് കാണും. പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസെങ്കിലും ഇരുന്ന് അങ്ങനെ കണ്ട് ദിവസങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്ക് മൂവീസ് പോയിട്ടൊന്ന് സമാധാനമായിട്ട് ഇരിക്കാനുള്ള നേരം കിട്ടുന്നില്ല. അതാണ് ഓരോ ലൈഫിൻ്റെ ഒരു ചേഞ്ചസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇതാണ് ലൈഫ്. ഇനി നമുക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ബെഡ്ഷീറ്റ്സ് വന്നിട്ടുണ്ട്. ജമീക്ക എന്ന് പറഞ്ഞിട്ടുള്ള ബെഡ്ഷീറ്റ്സിൻ്റെ ബ്രാൻഡിൽ നിന്നാണ് എനിക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവർ ബെഡ്ഷീറ്റ്സിന് പ്രത്യേകത ഞാൻ മുമ്പും ഇവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ബെഡ്ഷീറ്റ്സ് അവർ അയച്ചിട്ടുണ്ട്. കംഫർട്ട് സെറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെറ്റാണ്. ഇതിൽ കംഫർട്ടർ ഉണ്ട്, പിന്നെ അതുപോലെ ബെഡ്ഷീറ്റും പില്ലോ കവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ബ്രാൻഡിൻ്റെ പേര്. ഇവർ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമൈസ് ആയിട്ട് ചെയ്ത് കൊടുക്കും. നമ്മൾ പറഞ്ഞ കളറിൽ പറഞ്ഞ മോഡലിലൊക്കെ കസ്റ്റമൈസ് ആയി ചെയ്യും. അതുപോലെ നമ്മൾ എല്ലാവരുടെയും ബെഡ് ഒരേ സൈസ് ആവണമെന്നില്ലല്ലോ. മാട്രസിൻ്റെ സൈസിനനുസരിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാം. കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ. ചിലതൊക്കെ നല്ല കോസ്റ്റ്ലി അല്ലേ. അപ്പോൾ ഇത് അഫോർഡബിൾ പ്രൈസിൽ നല്ല സാധനം. ഇവരുടെ ബെഡ്ഷീറ്റ്സിന് കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൗസ് വാമിങ്ങിനൊക്കെ അന്നിട്ടിട്ട് കുറേ നമ്മൾ അത്രയും റഫ് യൂസിങ് ഒക്കെ ചെയ്തിട്ടും ബെഡ്ഷീറ്റിനൊരു കേടും വന്നിട്ടില്ല. അപ്പോൾ നല്ല ക്ലോത്തും ആണ് കേട്ടോ. ഞാൻ ഇവരുടെ വീഡിയോ ഇവരുടെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ പിൻ്റെ കമൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് അവർ അയച്ചു തന്നിട്ടുള്ള ബെഡ്ഷീറ്റ്സ്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്തതാണ്. ഡാർക്ക് കളേഴ്സിലും ഉണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. പിന്നെ ഇതൊന്നും ഞാനിവിടെ ഉണ്ടാക്കിയല്ല, പൊറോട്ട പുറത്തുനിന്ന് തുറന്നാണ്. ബാക്കിയുള്ളതൊക്കെ ബീഫ് കറിയും അതുപോലെ തന്നെ ചെമ്മീനും ഉപ്പ കൊടുത്തയച്ചതാണ്. ചിക്കൻ കുറുമ ഷെഹർബാൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്, അതായത് നമ്മുടെ മാനേജറിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. പിന്നെ ഇത് ഞാൻ സാരി ഉടുത്തതല്ല കേട്ടോ. ഇതവർ സാരി എനിക്ക് ഡ്രൈപ്പ് ചെയ്ത് തരുവാണ്. അതുപോലെ തന്നെ ബ്ലൗസ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാവും. ആ ഒരു കളർ കോമ്പിനേഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് നോക്കുകയാണ് കേട്ടോ. അപ്പം എനിക്കൊരു വീഡിയോ ഷൂട്ട് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓണം അറ്റയർ വേണമായിരുന്നു. അപ്പം അതിനായിട്ടൊരു സാരി നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരൊറ്റ ഷൂട്ടിനുള്ള സാരിയാണിത്. നോക്കുവാണ് ഞാൻ ആദ്യം ഒന്ന് നോക്കി. പിന്നെ ഒന്നുകൂടെ എനിക്ക് കാണുന്ന പോലെയല്ല, നമുക്ക് ഉടുക്കുമ്പം ചിലത് കംഫർട്ടബിൾ ആവില്ലേ. അപ്പോൾ ഒന്നുകൂടെ കംഫർട്ടബിൾ ഇതായിട്ട് തോന്നിയിട്ടോ ഈ രണ്ടാമത് എടുത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സിൻ്റെ മേലെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പ്രൊഡക്റ്റ് ഷൂട്ടിന് വേണ്ടിയിട്ടാണ്, ഒറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ്. ഞാനും ഒരു ഓൺട്രപ്രണറാണ്. ഞാനും ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാനും പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്ന ആൾ തന്നെയാണ്. ഇതിനൊക്കെ ഇപ്പോൾ അഫോർഡബിൾ ആട്ടോ. ഇത് 1080 റുപ്പീസാണ് ഈ ഒരു സാരിക്ക് വരുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് സ്റ്റൈലിഷ് ആവാൻ വേണ്ടിയിട്ട് താഴെ ഇങ്ങനെ കുറച്ച് ഹാങ്ങിങ്സ് കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇപ്പം ആ ഒരു നൂല് വെച്ചിട്ടുള്ള ഹാങ്ങിങ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇനിയിപ്പോൾ ബ്ലൗസൊക്കെ അടിക്കാൻ കൊടുക്കണം. അപ്പം 1 hour കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കിട്ടണം. ഒരൊറ്റ ദിവസം കൊണ്ട് മീൻസ് എനിക്ക് ഇന്ന് തന്നെ ഞാൻ തിരിച്ച് പോകുമ്പോൾ തന്നെ എനിക്കിത് ബ്ലൗസ് അടിച്ചിട്ട് കിട്ടും വേണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് 2 hours കൊണ്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന സ്ഥലം ചോദിച്ചപ്പം എനിക്ക് സ്ഥലം പറഞ്ഞു തന്നു. ഇതിപ്പോൾ ഫാമിലി ആട്ടോ, ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ തിരൂർ. അപ്പോൾ അവിടെ പോയിട്ടും കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഉണ്ട്. പ്രൈസ് കുറച്ച് കുറവാണ് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാരുണ്ട് അവിടെ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഫോറിൻ മാർക്കറ്റിലൊക്കെ ഒന്ന് പോകാനുണ്ടായിരുന്നു. അവിടെ കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ ദിവസം ഭയങ്കര ബിസി ആയിട്ടുള്ള ദിവസമാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പം കുറച്ചല്ലേ കാണുന്നുള്ളൂ. പക്ഷേ കുറേ ടൈം എടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. പിന്നെ കുറച്ച് ചായ കുടിച്ചു. പിന്നെ എന്താ പറയുക, ഞാനും നമ്മളെ മാനേജറും
മാനേജറിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഷെഹർബ എന്നാണ് പേര്. ബാനു എന്ന് വിളിക്കും. അങ്ങനെ പല പേരിലും വിളിക്കാറുണ്ട്. പക്ഷേ ആൾ പേര് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാത്തിട്ടോ. അല്ലാണ്ട് എനിക്ക് പറയാനെന്താ ബുദ്ധിമുട്ട്. അപ്പോൾ ഞാനിതാ നമ്മളെ ബ്ലൗസൊക്കെ എടുത്തിട്ട് നമ്മൾ തിരൂർ താരിഫ് ബസാറിലുള്ള പിങ്ക് എന്ന് പറഞ്ഞ ടൈലറിംഗ് ഷോപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവർ എനിക്ക് പെട്ടെന്ന് തന്നെ തയ്ച്ചു തരാമെന്ന് പറഞ്ഞു. അത് വലിയൊരു ആശ്വാസമായി തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കട്ടെ. നമ്മളെ സഹായിക്കുന്നവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽസ്. അങ്ങനെ പിന്നെ അതവിടെ ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പം വീണ്ടും അതാ പഴംപൊരി കണ്ടു. നമ്മൾ ഫസ്റ്റ് പോയ ഷോപ്പിൽ പഴംപൊരി ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടുന്ന് പഴംപൊരി ഉണ്ടപ്പം ഒരു കൊതി. അപ്പോൾ അവിടുന്ന് പഴംപൊരി വാങ്ങിച്ചപ്പോൾ അവർക്ക് വീഡിയോ എടുക്കാനോ അതാണോ അതൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എല്ലാവരും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല. അപ്പോൾ അവർ കണ്ടപ്പോൾ വ്ളോഗറാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ. നല്ല ഒരാൾ. പിന്നെന്താ, പിന്നെ അവിടുന്ന് എന്താ പറയുക, എനിക്ക് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. കാരണം ഇത് കുറേ ദിവസം മുമ്പ് നടന്ന സംഭവങ്ങളാണ്. അതൊക്കെ ഇപ്പം ഇങ്ങനെ ആലോചിച്ചെടുക്കുമ്പം എന്താ നടന്നത് ഇത് കാണുമ്പോഴാണ് ഓർമ്മ വരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ പോകുന്നത് നമ്മളെ റോസ് ഹെർബൽസിലോട്ടാണ് കേട്ടോ. റോസ് ഹെർബൽസിൽ ഇന്ന് പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ഉണ്ട്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ. പുതിയ പ്രൊഡക്റ്റിൻ്റെ പേര് സാഫ്രോൺ ജെൽ, കുങ്കുമാതി മോയ്സ്ചറൈസിങ് ജെൽ. സാഫ്രോൺ എന്നാണ് അറിയാം എൻ്റെ വായിൽ വന്നത്. കുങ്കുമാതി മോയ്സ്ചറൈസിങ് ജെൽ എന്നാണ് നമ്മൾ പേരിട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ പേര് പോലെ തന്നെ കുങ്കുമം, പിന്നെ അലോവേര ജെല്ലും, പിന്നെ ഇതിൽ ഒരുപാട് പൂക്കളുടെ ഓയിൽ ചേർത്തിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ ഇ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ബട്ട് ഇതെല്ലാം നമ്മൾ സ്കിന്നിന് നല്ലതാണ്. നല്ല സ്കിന്ന് ഉണ്ടാവില്ല കുറേ തരിത്തിരിപ്പ്, ഡ്രൈ ആയിട്ട് വരിക. അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസറിന് പകരം യൂസ് ചെയ്യാൻ പറ്റും. അല്ല ഇത് മാത്രം മുഖത്തിട്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും. ഇത് ജസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്റ്റിക്കായിട്ട് തോന്നും. 1 മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് അടിപൊളിയാവും. പിന്നെ രാത്രി കിടക്കാൻ നേരം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാം. അങ്ങനെയൊക്കെ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസിങ് ജെല്ലാണ് കുങ്കുമാതി മോയ്സ്ചറൈസിങ് ജെൽ. അതും റോസ് ഹെർബൽസിലെ നമ്മൾ 8ാമത്തെ പ്രൊഡക്റ്റ് ലോഞ്ച് ആയിരുന്നു കേട്ടോ. അപ്പം ഇതിനകം തന്നെ ഒരുപാട് ആൾക്കാർ ഇത് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ യൂട്യൂബിലുള്ളവർ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാം, ധൈര്യമായിട്ട് വാങ്ങിക്കാം. നമ്മളെല്ലാ പ്രൊഡക്ട്സും കെമിക്കൽ ഫ്രീ ആണ്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആണ് കൂടുതലും ചേർത്തിട്ടുള്ളത്. ഓക്കെ, ചിലതൊക്കെ നമുക്ക് ബേസ് വേണ്ടി വരും. ആ ബേസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. അതും നല്ല ക്വാളിറ്റി ബേസ് ആയിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ റൂഹിൻ്റെ അടുത്തേക്ക് പോവാണ്. റൂഹിനും റോസിനും പിക്ക് ചെയ്യണം. അവർക്ക് ഡ്രസ്സ് എടുക്കാനുണ്ട്. നാത്തൂൻ്റെ മോളുടെ കല്യാണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് കുറേ ഇപ്പം കല്യാണം എന്ന് പറയുമ്പോൾ ഹൽദി, രംഗോളി, മൈലാഞ്ചി, അങ്ങനെ കുറേ പരിപാടികളാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ മക്കൾക്കാണെങ്കിൽ എല്ലാവരും എന്താ ഇടുന്നത്, ആ കളർ വേണം, ആ മോഡൽ വേണം, അങ്ങനെയൊക്കെ വാശി പിടിക്കലാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ അതിമൊന്നൊക്കെ വിട്ടുപോയി. ഞാനിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ്. ഡ്രസ്സ് അങ്ങനെ മോഡലാക്കാനും അല്ല എന്താ പറയുക സ്റ്റൈലിഷ് ആവാനൊന്നും എനിക്ക് നേരമില്ല, എനിക്കിപ്പോൾ ആഗ്രഹമില്ല. അപ്പോൾ റോഹിത ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് ഞാൻ വിളിക്കാൻ വന്നപ്പോൾ. കുറേ ആയല്ലോ, ഇക്കാക്ക് വയ്യാഞ്ഞ അന്ന് തുടങ്ങിയതാണ്. അവൾ ഇങ്ങനെ സ്കൂൾ ബസ്സിൽ മാത്രം പോയി വരില്ല, ഇടയ്ക്ക് ഞങ്ങൾ കൊണ്ടാക്കി കൊടുക്കാറുണ്ടായിരുന്നു. ഇക്കാക്ക് ഇപ്പോൾ പുതിയ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ കൊണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ. അപ്പം ആൾ ഭയങ്കര ഹാപ്പി ഞാൻ വന്നപ്പോൾ. പിന്നെ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അവളെ മുമ്പത്തെ മാമായിരുന്നു ഹേമ മാം, ഇപ്പം നീനു മാമും സഫൂറ മാമുമാണ്. അപ്പോൾ ഹേമ മാം ഇപ്പം ഇവിടുത്തെ HM ആണ്. അപ്പം മാമിനോടൊക്കെ സംസാരിച്ചു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. ഇനി അവൾക്ക് ഡ്രസ്സ് എടുക്കണം. നമുക്ക് കുറേ പണികളുണ്ട്. എല്ലാം ഞാൻ വീഡിയോയിലൊന്നും ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് നമ്മളിപ്പോൾ റോസൂനെ എടുക്കാൻ പോവാണ്. റോസൂനി കുറച്ച് കൂടി കഴിഞ്ഞാലേ വരുള്ളൂ. നീ സ്കൂൾ ബസ്സിൽ കയറുന്നതിന് മുമ്പ് അവളെ പിക്ക് ചെയ്യണം. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും എല്ലാ ഇഷ്ടങ്ങളും ഒരേപോലെ ആണെന്നില്ല. എൻ്റെ ഇഷ്ടം ഇതിമെന്നൊക്കെ വിട്ടു. പക്ഷേ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഈ ഡ്രസ്സിനെ ഫോക്കസ് ചെയ്തിട്ട് കുറേ ഡ്രസ്സ് വാങ്ങിച്ചു കൂട്ടുന്ന ആൾക്കാരുണ്ടാവില്ലേ, അതും ഭയങ്കര കോസ്റ്റ്ലി, നല്ല എവിടെയും കാണാത്ത ഡ്രസ്സ് എന്നൊക്കെ. ശരിക്കും പറയുകയാണെങ്കിൽ ഞാനും അങ്ങനെ കുറേ ചെയ്ത ആളാണ് കേട്ടോ. പക്ഷേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഒരു കാര്യമില്ല. മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട്, മറ്റുള്ളവർ നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര പൈസയാണ് നമ്മൾ പൊട്ടിക്കുന്നത്. നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല, അതും ഒരൊറ്റ ദിവസം ഇടാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? എനിക്കിപ്പം ആ ഒരു ബോധം വന്നപ്പോൾ ഞാൻ പണ്ട് എത്ര പൈസ എൻ്റേത് പോയി എന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത്. അങ്ങനെ കുട്ടികളെ കൊണ്ട് ഞാൻ ആദ്യം നമ്മൾ ഒരു ഷോപ്പിൽ കയറി. ഇതെവിടെ കയറി, ഇവിടെ സാധനങ്ങളുണ്ട്, കളക്ഷൻസ് ഉണ്ട്, പക്ഷെ നല്ല റേറ്റ് തോന്നി എനിക്ക്. അപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ
ആ റേറ്റിനനുസരിച്ച് നമ്മളൊരു ഡ്രസ്സ് എടുക്കുമ്പോൾ എപ്പോഴും നമുക്കത് വേർത്താണോ തോന്നും. ചില ഡ്രസ്സ് ഉണ്ടാവില്ലേ വില കുറഞ്ഞ ഡ്രസ്സുകൾ, പക്ഷേ നമുക്കത് ഭയങ്കര വേർത്തായി തോന്നും. അപ്പോൾ എനിക്കത് ആ റേറ്റിന് വേർത്തല്ലാന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഉപ്പ നമ്മളെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. കുട്ടിക്ക് ചോക്ലേറ്റും പിന്നെ കുറച്ച് ഇക്കാക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ണിയപ്പം ഇടയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ണിയപ്പം കൊണ്ട് വന്നതാണ്. ഇനിയിപ്പം തിരൂർ ഉള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വീട്ടിലേക്ക് വരണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ പിന്നെ റോഹിക്കും റോസൂനും ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ തിരൂർ ട്വിൻസിൽ കയറി. അവിടെ കുറച്ച് കളക്ഷൻസൊക്കെ കണ്ടു. അവിടെ പിന്നെ റോഹിക്ക് പാകമുള്ള കുറേ ഡ്രസ്സുകൾ കണ്ടു കേട്ടോ. പിന്നെ ഹൽദിക്ക് ഇടാൻ വേണ്ടിയിട്ട് മഞ്ഞൊക്കെ നോക്കി. പക്ഷേ എനിക്ക് അങ്ങനത്തെ എന്താ പറയുക, സ്ലീവ് ഇല്ലാത്ത ഞാൻ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഞാൻ സ്ലീവ് ഇല്ലാത്ത ഇട്ട് കൊടുക്കാറില്ല. എനിക്കെന്തോ കുട്ടികളാണെങ്കിലും എനിക്കിഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാറില്ല. ഇനി കുട്ടികൾക്ക് വലുതാകുമ്പോൾ പിന്നെ അവർക്ക് ഇടാനും പറ്റില്ല. ഞാൻ റോയിക്കൊന്നും ചെറുപ്പം തൊട്ടേ ഞാൻ സ്ലീവ് ഇല്ലാത്ത ഇട്ട് കൊടുക്കാറില്ല. പിന്നെ തടിയൊക്കെ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ രസമുണ്ടാവും. ഇവൾക്ക് കൈയൊക്കെ മെലിഞ്ഞതുകൊണ്ട് എനിക്കെന്തോ കൈ മെലിഞ്ഞ എന്തിനാ വെറുതെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇതാക്കുന്നത് വിചാരിച്ചിട്ട് ഞാൻ ഇട്ട് കൊടുക്കാറില്ല. സ്ലീവ് ഇല്ല ഇട്ട് കൊടുക്കാറ് കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ വീട്ടിലോട്ട് പോയി. ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വീട്ടിലിതാ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം മയിൽ വരുന്നുണ്ട്. പീക്കോക്ക് ഈസ് ദ നാഷണൽ ബേർഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം മുടിയുള്ള ഇക്കാൻ്റെ ആ ഒരു ഫേസ് ഇപ്പം പോയിട്ടുണ്ട്. നമ്മൾ മുടി മൊട്ട ആക്കിയിട്ടുണ്ട്. മുടി നന്നായിട്ട് പോകുന്നുണ്ട്, മൊട്ട ആക്കിയിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. എന്തായാലും ഇക്ക ഓക്കെയാണ്, എന്നാലും കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത വ്ളോഗിൽ ഷെയർ ചെയ്യാം കേട്ടോ. ബൈ.